ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ചെറിയ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ഒരുപാട് ചെറിയ സെൻറ്റൻസുകൾ ഡിസ്കസ് ചെയ്തു. കാണാത്തവർ തീർച്ചയായിട്ടും കാണാം. ഈ വീഡിയോൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിലൊരുപാട് ചെറിയ സെൻറ്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ. അതുപോലെയുള്ള കുറച്ച് സിമ്പിൾ സെൻറ്റൻസുകൾ തന്നെയാണ് ഇന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, എൻ്റെ ഫാമിലിയെ കാണണമെങ്കിൽ അതിൻ്റെ ഒരു കുഞ്ഞ് ഷോർട്സ് വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതുകൂടെ കാണാം. നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു സമയത്തെടുത്ത് കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പം ഒരാളോട് നമ്മളിപ്പോൾ പല രീതിയിലും ചോദിക്കാറുണ്ട്, പല ക്വസ്റ്റ്യൻസുകളും അല്ലേ. അതായത് ഇപ്പം നിനക്ക് സുഖമാണോ, അല്ലെങ്കിൽ നീ എങ്ങനെ ഇരിക്കുന്ന ഒരു ഫോൺ കോളിലൂടെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ അറിയാം ഹൗ ആർ യു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൻസർ പറയുന്നത് എന്താണ്? ഐ ആം ഫൈൻ അല്ലേ. ഐ ആം ഫൈൻ. അപ്പോൾ ഒരു നന്ദി കൂടി രേഖപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെ പറയും? ഐ ആം ഫൈൻ, താങ്ക് യു എന്ന് പറയാം. ഇനി നമ്മൾ ഇന്നലെയൊക്കെ പഠിച്ചതുപോലെ തന്നെ നീ എന്ത് ചെയ്യുകയാണ് എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരാളോട് ചോദിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചു നീ എന്ത് ചെയ്യുകയാണ്, വാട്ട് ആർ യു ഡൂയിങ് എന്നൊരാൾ നമ്മോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ആൻസർ എന്തൊക്കെ പറയാം? അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്താണോ അത് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ബിസി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ എം ബിസി റൈറ്റ് നൗ എന്ന് പറയാം അല്ലേ. ഞാനിപ്പോൾ ബിസിയാണ്, ഞാനിപ്പോൾ തിരക്കിലാണ്. ഐ എം ബിസി റൈറ്റ് നൗ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പിന്നീട് സംസാരിക്കാമോ. ഇപ്പം ഫോൺ കോളിലൂടെ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ബിസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെന്താ ചോദിക്കാറ്? നമുക്ക് പിന്നീട് സംസാരിക്കാമോ അല്ലേ, അതിന് പറ്റുമോ, അതിന് കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ വി ടോക്ക് ലേറ്റർ, ക്യാൻ വി ടോക്ക് ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് സംസാരിക്കാമോ എന്നാണ്. നെക്സ്റ്റ്, ഇപ്പം നമുക്കൊരാളോട് പറയണം നിന്റെ റൂം വൃത്തിയാക്കൂ, നിന്റെ റൂം വൃത്തിയാക്കൂ എന്ന് പറയണം. അത് നമ്മുടെ മക്കളോടായിരിക്കാം. ഇനി നമുക്കിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അവിടെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിന്റെ റൂം വൃത്തിയാക്കൂ, ക്ലീൻ യുവർ റൂം അല്ലേ. നിന്റെ റൂം വൃത്തിയാക്കൂ എന്നാണ് പറയുന്നത്. ക്ലീൻ യുവർ റൂം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരാളോട് പറയണം ലൈറ്റ് ഓഫ് ചെയ്യൂ, ലൈറ്റ് ഓഫ് ചെയ്യൂ, ഫാൻ ഓഫ് ചെയ്യൂ. അല്ലെങ്കിൽ ഇപ്പം വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടാപ്പ് ഓഫ് ചെയ്യൂ, അല്ലെങ്കിൽ പൈപ്പ് ഓഫ് ചെയ്യൂ. ഇങ്ങനെ പറയണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ലൈറ്റ് ഓഫ് ചെയ്യൂ എന്ന് പറയണമെങ്കിൽ ടേൺ ഓഫ് ദ ലൈറ്റ്, ടേൺ ഓഫ് ദ ഫാൻ അല്ലേ. അതുപോലെ എന്താണോ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് പറയാം. അപ്പോൾ ടേൺ ഓഫ് ദ ലൈറ്റ്, ലൈറ്റ് ഓഫ് ചെയ്യൂ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പുറത്തേക്ക് പോവുകയാണ്, ഞാൻ പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ ഐ എം ഗോയിങ് ഔട്ട്, ഐ എം ഗോയിങ് ഔട്ട്, ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ഇനി പറയുന്നത് വാതിലടയ്ക്കൂ. സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ് അല്ലേ. ക്ലോസ് ദ ഡോർ, വാതിലടയ്ക്കൂ. ഇനി ജനലടയ്ക്കൂ എന്നാണെങ്കിൽ ക്ലോസ് ദ വിൻഡോ, ക്ലോസ് ദ വിൻഡോ, ജനലടയ്ക്കൂ. ഓക്കെ, നെക്സ്റ്റ് നീ ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കൂ. ഇപ്പോൾ നമ്മൾ വിളിച്ച സമയത്ത് അവർക്ക് കോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ പറയാറ്? നീ ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കൂ, അല്ലെങ്കിൽ നീ നിനക്ക് സമയം ഉണ്ടാകുമ്പോൾ എന്നെ വിളിക്കൂ. നമ്മുടെ നാടൻ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നീ ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കൂ. എങ്ങനെ പറയാ? കോൾ മീ വെൻ യു ആർ ഫ്രീ, കോൾ മീ വെൻ യു ആർ ഫ്രീ. നീ ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കൂ. നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ തിരക്കുള്ള ഒരാളാണ് അല്ലെങ്കിൽ തിരക്കിലാണ്. അപ്പം നമുക്ക് ഒരു മെസ്സേജ് വന്നു അല്ലേ. വാട്സപ്പിലൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ആ സമയത്ത് മേ ബി നമുക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ എന്താ പറയുക? ഞാൻ പിന്നീട് മെസ്സേജ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പിന്നീട് മെസ്സേജ് ചെയ്യാം. ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഞാൻ പിന്നീട് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പിന്നീട് മെസ്സേജ് ചെയ്യും. ഇത് രണ്ടും വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ പറയാ? ഐ വിൽ മെസ്സേജ് യു ലേറ്റർ, ഐ വിൽ മെസ്സേജ് യു ലേറ്റർ. ഞാൻ പിന്നീട് നിനക്ക് മെസ്സേജ് ചെയ്യാം അല്ലേ. ഞാൻ പിന്നീട് നിനക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പിന്നീട് നിനക്ക് മെസ്സേജ് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വിൽ മെസ്സേജ് യു ലേറ്റർ. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് നിന്റെ കോൾ മിസ്സായി,
നമ്മൾ പറയാറുണ്ട് അല്ലേ, ഇപ്പൊ ബസ്സിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തിരക്കിലായിരിക്കും നമുക്ക് കോൾ എടുക്കാൻ പറ്റില്ല. നമ്മൾ പറയാറുണ്ട് എനിക്ക് നിന്റെ കോൾ മിസ്സായിപ്പോയി അല്ലേ, എടുക്കാൻ പറ്റാതായിപ്പോയി. എങ്ങനെ പറയാം? മിസ്സായി പോയി എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഐ മിസ്ഡ് യുവർ കോൾ അല്ലേ, ഐ മിസ്ഡ് യുവർ കോൾ, എനിക്ക് നിന്റെ കോൾ മിസ്സായി പോയി. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്തോ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്തോ നമ്മൾ ചോദിക്കാറുണ്ട് നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ, അതായത് നിനക്ക് എന്നെ കേൾക്കാമോ. ഇത് സിമ്പിളായിട്ട് നമ്മുടെ പച്ച മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത് എന്താണ്? നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ. ഇപ്പം ഞാനിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം ലൈവായി പറയുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാവോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അതുപോലെയുള്ളൊരു സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ എങ്ങനെ പറയാം? ക്യാൻ യു ഹിയർ മീ, നിനക്ക് എന്നെ കേൾക്കാമോ എന്നാണ് ഇതിന് അർത്ഥം വരുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ യു ഹിയർ മീ. ഓക്കെ, നെക്സ്റ്റ്, ഒരു മിനിറ്റ് കാത്തു നിൽക്കുക. ഇപ്പോൾ ഒരു ഓട്ടോ അല്ലേ, ഓട്ടോ വിളിച്ച് നമ്മൾ വന്നതാണ്, അവരോട് നമ്മൾ പറയാറുണ്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ എന്ന് പറയാറുണ്ടല്ലോ. വെയിറ്റ് എ മൊമെന്റ്, വെയിറ്റ് എ മൊമെന്റ്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ അല്ലേ, ഒരു മിനിറ്റ് കാത്തു നിൽക്കൂ എന്നൊക്കെ പറയണമെങ്കിൽ വെയിറ്റ് എ മൊമെന്റ്. ഫോൺ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു വാഹനത്തിൽ വന്നിട്ട് അതിന് വെയിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വെയിറ്റ് എ മൊമെന്റ്. ഓക്കെ, നെക്സ്റ്റ്, പെട്ടെന്ന് വരൂ, പെട്ടെന്ന് വരൂ എന്ന് പറയണമെങ്കിൽ ഹറി അപ്പ്, ഹറി അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് വരൂ എന്നാണ്. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം, നമുക്ക് കഴിക്കാം, നമുക്ക് വിളിക്കാം, ഇതിന് നമുക്കറിയാം ലെറ്റ്സ് ഗോ. ലെറ്റ്സ് എന്ന് യൂസ് ചെയ്തതിന് ശേഷം ഒരു വെർബിൻ്റെ V1 ഫോം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ലെറ്റ്സ് കോൾ, നമുക്ക് വിളിക്കാം. ലെറ്റ്സ് റീഡ്, നമുക്ക് വായിക്കാം. ലെറ്റ്സ് ഈറ്റ്, നമുക്ക് കഴിക്കാം. ഇങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, ഇപ്പം സമയം വൈകിക്കല്ലേ നമ്മൾ പറയാറുണ്ട് അല്ലേ. അതായത് ഇപ്പം എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അർജന്റ് കാര്യം നമുക്ക് ചെയ്യണം, അതിന് നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ് അല്ലേ. സമയം വൈകിക്കല്ലേ എന്ന് നമുക്ക് പറയണമെങ്കിൽ എങ്ങനെ പറയും? നെഗറ്റീവ് സെന്റൻസ് ആണ്. ഡോണ്ട് ബി ലേറ്റ്, ഡോണ്ട് ബി ലേറ്റ്, സമയം വൈകിക്കല്ലേ. നെക്സ്റ്റ്, കൃത്യസമയത്ത് വരൂ അല്ലേ, ഒരു കൃത്യസമയത്ത് വരൂ എന്ന് പറയാറുണ്ടല്ലോ. ബി ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൃത്യസമയത്ത് വരൂ എന്നാണ്. അപ്പൊ കൃത്യസമയം എന്ന് പറയാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ ടൈം എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇനി വൈകരുത് അല്ലെങ്കിൽ വൈകിപ്പിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് പറയാം കേട്ടോ. ഡോൺ ഡിലേ എന്ന് പറയാം. ഡോൺ ഡിലേ, വൈകരുത് അല്ലെങ്കിൽ വൈകിപ്പിക്കരുത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് ഡിലേ, ഡോൺ ഡിലേ എന്ന് നമുക്ക് പറയാം. പക്ഷെ ഡോൺ ലേറ്റ് എന്ന് പറയരുത് കേട്ടോ. ഡോൺ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകരുത് അല്ലെങ്കിൽ വൈകിപ്പിക്കരുത് എന്നൊക്കെയാണ്. അപ്പം ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൈകരുത് എന്ന് തന്നെയാണ്, വൈകുക എന്ന് തന്നെയാണ്. അപ്പം അതിൻ്റെ മുൻപിൽ ഒരു ഡോണ്ട് ആഡ് ചെയ്താൽ ശരിയല്ലേ? അല്ല കേട്ടോ, ഡോണ്ട് ലേറ്റ് എന്ന് പറയരുത്, ഡോൺ ഡിലേ എന്ന് പറയാം. ഇനി ലേറ്റ് പറയുന്നത് എപ്പോഴാണ്? ഡോൺ ബി ലേറ്റ് എന്ന് പറയാം. ഡോൺ ബി ലേറ്റ്, വൈകരുത്. ഓക്കെ, നെക്സ്റ്റ് പറയാറുണ്ടല്ലോ മറക്കല്ലേ അല്ലെങ്കിൽ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ്, ഡോണ്ട് ഫോർഗെറ്റ് അല്ലേ, നീ ഫോൺ മറക്കരുത് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാ? ഡോണ്ട് ഫോർഗെറ്റ് യുവർ ഫോൺ, ഡോണ്ട് ഫോർഗെറ്റ് യുവർ ഫോൺ. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ്, നീ മറക്കരുത്. ഇനി നീ വിഷമിക്കരുത് അല്ലേ, വിഷമിക്കരുത് അല്ലെങ്കിൽ ദുഃഖിക്കരുത്. ഡോണ്ട് വറി, ഡോണ്ട് വറി. ഓക്കെ, നെക്സ്റ്റ്, ഭയപ്പെടരുത് അല്ലെങ്കിൽ ഭയപ്പെടല്ലേ എന്ന് പറയാറുണ്ടല്ലോ. ഡോണ്ട് ബി സ്കെയർഡ്, ഡോണ്ട് ബി സ്കെയർഡ്, നീ ഭയപ്പെടരുത് അല്ലെങ്കിൽ ഭയപ്പെടല്ലേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, കള്ളം പറയരുത് അല്ലേ, കള്ളം പറയരുത് എന്ന് പറയാറുണ്ടല്ലോ. ഡോണ്ട് ലൈ, ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LIE, ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കള്ളം പറയുക എന്നാണ്. അപ്പം ഡോണ്ട് ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പറയരുത്. ഓക്കെ, നെക്സ്റ്റ്, ഒരു സാധനം നമ്മളിപ്പോൾ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട് അത് തൊടരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു തീയാണ്, അപ്പം നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് അത് തൊടരുത് അല്ലേ എന്ന് പറയാറുണ്ടല്ലോ. ഡോണ്ട് ടച്ച് ഇറ്റ്, ഡോണ്ട് ടച്ച് ഇറ്റ്, അത് തൊടരുത്. നെക്സ്റ്റ്, വാതിൽ തുറക്കരുത്, വാതിൽ തുറക്കരുത് എന്ന് പറയാറുണ്ടല്ലോ. എങ്ങനെ പറയാ? ഡോണ്ട് ഓപ്പൺ ദ ഡോർ, വാതിൽ തുറക്കരുത്. ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറയാറുണ്ടല്ലോ. എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു സെന്റൻസ് ആണ് അല്ലേ, ശബ്ദം ഉണ്ടാക്കരുത്. ഡോണ്ട് മേക്ക് വോയിസ്, ഡോണ്ട് മേക്ക് നോയ്സ്,
ഡോണ്ട് മേക്ക് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കരുത് എന്നാണ്. സമയം കളയരുത്. സമയം കളയരുത് എങ്ങനെ പറയൂ? സമയം വളരെ വിലപ്പെട്ടതാണല്ലേ. അപ്പൊ സമയം കളയരുത്. ഡോണ്ട് വേസ്റ്റ് ടൈം. ഡോണ്ട് വേസ്റ്റ് ടൈം. സമയം കളയരുത്. അകത്ത് ഓടരുത്. അകത്ത് ഓടരുത് എന്നിങ്ങനെ പറയാ? ഡോണ്ട് റൺ ഇൻസൈഡ്. ഡോണ്ട് റൺ ഇൻസൈഡ്. അകത്ത് ഓടരുത്. നെക്സ്റ്റ്, മടിക്കരുത് എന്ന് പറയാറുണ്ടല്ലോ. ഡോണ്ട് ബി ലെസി. ലെസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി എന്നാണ്. അപ്പം മടിക്കരുത് എന്ന് പറയുകയാണെങ്കിൽ ഡോണ്ട് ബി ലെസി. നെക്സ്റ്റ്, ഇപ്പം നമ്മൾ പറയാറുണ്ട് അവൻ മടിയനാണ് എന്ന് പറയാറുണ്ടല്ലോ. ഹീസ് ലെസി. ഹീസ് ലെസി അല്ലെങ്കിൽ അവൾ മടിയത്തിയാണ്. ഷീസ് ലെസി അല്ലേ, പഠിക്കാൻ മടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഹീസ് ലെസി എന്ന് പറയാം. ലെസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി എന്നാണ്. ഓക്കെ, അപ്പം മടിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് ബി ലെസി. ഓക്കെ, നെക്സ്റ്റ്, ഒറ്റക്ക് പോകരുത്. ഒറ്റക്ക് പോകരുത് അല്ലെങ്കിൽ തനിച്ച് പോകരുത് എന്ന് പറയാറുണ്ടല്ലോ. ഡോണ്ട് ഗോ എലോൺ. ഡോണ്ട് ഗോ എലോൺ. ഒറ്റയ്ക്ക് പോകരുത്. മോശമായി പെരുമാറരുത് അല്ലേ. മോശമായി പെരുമാറരുത്. ഇത് എങ്ങനെ പറയാ? ഡോണ്ട് ബി റൂഡ് അല്ലേ. ഡോണ്ട് ബി റൂഡ്. റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റം എന്നാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സിമ്പിൾ സെന്റൻസുകളാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ സെന്റൻസ് എന്ന് പറയുന്നത്, നീ ഭയപ്പെടരുത്, നീ അതെടുക്കരുത്. നീ ഭയപ്പെടരുത്, നീ അതെടുക്കരുത് എന്നുള്ള ഈ രണ്ട് സെന്റൻസും എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്ത് നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 ദിവസത്തെ വീഡിയോസും ഞാൻ ചെയ്തിട്ടുള്ളത് ഓരോരോ ആളുകളുടെ ഡൗട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള കുഞ്ഞു സെൻറ്റൻസുകൾ പോലും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുന്നില്ല. അതൊരു നാണക്കേടല്ല, പക്ഷെ അത് നമുക്ക് അനിവാര്യമാണ് അല്ലേ. നമ്മൾ അറിയാത്തൊരു കാര്യം മറ്റുള്ളവരോട് ചോദിച്ചറിയുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഏത് രീതിയിലാണെങ്കിലും, ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തെ വീഡിയോസ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾ അതുപോലെയുള്ള ആളുകളിലേക്ക് വീഡിയോസുകൾ എത്തിക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ. വീഡിയോക്ക് ഒരു ലൈക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തും. അപ്പോൾ അത്രയെങ്കിലും നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.